മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ് ഡ്രൈവർക്ക് പരിക്കേറ്റു. തുവ്വൂർ റെയിൽവേ സ്റ്റേഷൻ സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് എടത്തനാട്ടുകര സ്വദേശി ആലടിപ്പുറം രാജേഷിനാണ് പരിക്കേറ്റത്. തുവ്വൂർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ സ്റ്റേഡിയത്തിലും നാശനഷ്ടമുണ്ടായി. ബുധനാഴ്ച വൈകിട്ട് 4:15 തുവ്വൂർ മേഖലയിൽ മഴയോടൊപ്പം കാറ്റ് ആഞ്ഞുവീശിയത്. റെയിൽവേ സ്റ്റേഷൻ സമീപം നിർത്തിയിട്ട ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണാണ് ഡ്രൈവർക്ക് പരിക്ക് പറ്റിയത്. എടത്തനാട്ടുകര സ്വദേശി രാജേഷിനാണ് പരിക്കേറ്റത്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വീട്ടിലേക്ക് ഓട്ടം വന്നതായിരുന്നു രാജേഷ്. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. സമീപം നിർത്തിയിട്ടിരുന്ന പരപ്പിനിയിൽ സുനിലിന്റെ സ്കൂട്ടറും തകർന്നിട്ടുണ്ട്. ഏതാനും വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. തുവ്വൂർ JSC അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലും നാശനഷ്ടമുണ്ടായി. ഫ്ലഡ് ലൈറ്റ് ടവറുകളും ഒരു സ്റ്റാളും കാറ്റിൽ തകർന്നു. അതിന്റെ ഫലമായിട്ട് സമീപപ്രദേശങ്ങളിൽ മരങ്ങളും മറ്റൊക്കെ കടപുഴകി വീണിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഖിലേന്ത്യാ ടൂർണമെന്റ് നടക്കുന്ന നമ്മുടെ സ്റ്റേഡിയത്തിൽ 2 ഫ്ലഡ് ലൈറ്റ് ടവറുകൾ തകർന്നു വീണു. അതുപോലെ നമ്മുടെ സ്റ്റാള്, ഇവിടെ ഒരു കച്ചവടം നടക്കുന്നുണ്ട്, ആ സ്റ്റാള് തകർന്നു വീണിട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഴ്ചകൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഗാലറിക്ക് ഇതുവരെ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും ഇന്ന് മത്സരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നടക്കേണ്ടിരുന്ന മത്സരം കാഞ്ഞങ്ങാട് ഒരു കളി നടക്കേണ്ടതുള്ളതിനാൽ ഇന്ന് മത്സരങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് മത്സരങ്ങളൊന്നുമില്ല. ഇനിയൊരു 3-4 ദിവസത്തേക്ക് നമ്മൾ തീരുമാനമായതിനു ശേഷം മാത്രമാണ് ഇവിടെ കളികൾ പുനരാരംഭിക്കൂ എന്നുള്ളതാണ് കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. പാണ്ടിക്കാട് പുക്കൂത്ത് കുന്നുമ്മൽ നാസറിന്റെ വീടിന്റെ ഓടുകൾ കാറ്റിൽ പറന്നുപോയി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.